ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാം ശനിയാഴ്ച കോളേജിൽ കാണിക്കാൻ പോവാം കേട്ടോ. എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തലവേദന, ശരീരത്തിൽ മൊത്തം വേദന, പിന്നെ ചെറിയ തോതിൽ വായക്കൂടെ ഒരു ബ്ലീഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലെ ബസ്സില്ല. അപ്പോൾ ഇവിടെ ബസ് കയറാൻ വന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ തിരുവമ്പാടിയിൽ വന്നിറങ്ങിയപ്പോൾ അവിടുന്ന് കോഴിക്കോട് ബസ് കിട്ടിയിട്ടോ. അപ്പോൾ ബോർഡൊന്നും നോക്കിയില്ല, കിട്ടിയതേ ചാടി കയറി ബസ്സിൽ. കാരണം നേരത്തെ പോയിട്ട് കാണിച്ചിട്ട് നേരത്തെ വരണം എന്ന് വിചാരിച്ചിട്ടാണ്. പറ്റുവാണെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ട് കട തുറക്കാമെന്നുള്ള ഇതിലാണ് കേട്ടോ പോകുന്നത്. കാരണം കട അടച്ചിട്ടേക്കാണ്, പകരത്തിന് ഒരാളെ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് INR കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കയറിയ ഞാൻ ഇന്ന് സ്ഥിരം കയറുന്ന ബസ്സല്ലാത്തത് കൊണ്ട് അവർ താഴെയാണ് നിർത്തിയത് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചൊരു അങ്ങോട്ട് നടക്കണേ, ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് ഒരു 5 മിനിറ്റോളം നടക്കാനുണ്ട്. അവിടെ നിർത്തിയാൽ പോലീസ് പിടിക്കുന്നു കേട്ടോ. അല്ലാത്ത ബസ്സുകാരൊക്കെ നമുക്ക് ആ സ്റ്റോപ്പിൻ്റെ മുന്നിൽ നിർത്തി തരുന്നുണ്ട് കേട്ടോ. സൂപ്പർ സ്പെഷ്യാലിറ്റീൻ്റെ മുന്നിൽ നിർത്തി തരുന്നുണ്ട്. ഇവരെന്താ അങ്ങനെ ചെയ്തേ അറിയില്ല. ഒന്നാമത് ഭയങ്കര ക്ഷീണം, നടക്കാൻ വയ്യ. അതിൻ്റെ ഇടയിൽ അവരവിടെ നിർത്തിയതുകൊണ്ട് പിന്നെ അപ്പുറം കോളേജിൻ്റെ മുന്നിൽ അവിടെ കൊണ്ടുപോയി നിർത്തും. അപ്പോൾ അവിടെ നിന്നാണ് അതിലും ദൂരം ഉണ്ടാകും ഇങ്ങോട്ട് നടക്കാൻ. അപ്പോൾ അതിനും നല്ലത് ഇവിടെ ഇറങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്നിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആശുപത്രീൻ്റെ അടുത്തെത്തി. അവിടെ എന്തോ ബിൽഡിങ് പുതിയത് വരികയാണ്, അതിൻ്റെ ഒക്കെ മാന്തി പറിച്ചിട്ടേ കൊണ്ട് ചെറിയ വഴിയുള്ളൂ. ഇന്നിപ്പോൾ 9 മണിയൊക്കെ ആയതുകൊണ്ട് ടോക്കൺ എടുക്കാൻ ക്യൂ നിൽക്കണ്ട കേട്ടോ. എല്ലാവരും കയറി. അവിടെ വന്ന് നോക്കുമ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ട്. ടോക്കൺ നമ്പർ 20 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അത് പറഞ്ഞാൽ 2 മണിക്കൂറാണ് ആവുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. പുറത്താണെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് കിട്ടും. ഞാൻ പിന്നെ പുറത്ത് 150 രൂപയാണ്, ഇവിടെ ആകുമ്പോൾ 90 രൂപ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കോളേജിൻ്റെ ഉള്ളിലുള്ള ലാബിൽ തന്നെ. അപ്പം ഞാൻ ടോക്കൺ നമ്പറൊക്കെ എടുത്ത് ബ്ലഡും കൊടുത്ത് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടെ വരുമ്പോൾ പോകുന്നതാണ്. പിന്നെ നമ്മുടെ കോഫി ഹൗസ് കേട്ടോ, ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് ചായ കുടിക്കുന്നത്. അവിടുത്തെ മസാല ദോശ തിന്നാനാണ് പോകുന്നത്. കാരണം ഇത് എൻ്റെ കൂട്ടുകാരി ബിന്ദു ചേച്ചീൻ്റെ അമ്മാവനാട്ടോ. അമ്മാവനോ ചെറിയച്ഛൻ അങ്ങനെ ആരോ ആണ്. ഇന്നാൾ ചേച്ചി എൻ്റെ കൂടെ കാണിക്കാൻ വന്നപ്പോൾ അപ്പം എന്നെ പരിചയപ്പെടുത്തുന്നതിന്. അപ്പം ഞാൻ അമ്മാവനോട് 2 വർത്തമാനമൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ പോട്ടെ. ഇവിടെ ചായ ഞാൻ അങ്ങനെ പറയാറില്ല കേട്ടോ, ദോശ മാത്രമേ പറയാറില്ല. ഇപ്രാവശ്യം ഞാനൊരു കാപ്പി പറഞ്ഞു. ചായ അവർ നേരത്തെ തിളപ്പിച്ച് പാത്രത്തിൽ വെക്കുന്നതായതുകൊണ്ട് എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഇന്ന് എന്താ അറിയില്ല, എനിക്കൊരു കാപ്പി കുടിക്കണം തോന്നിയതുകൊണ്ട് ഞാനൊരു കാപ്പി പറഞ്ഞു കേട്ടോ. സാമ്പാറും ചട്നിയും എല്ലാം കൂടെ ഒരുമിച്ച് അതിലെ മസാലയൊക്കെ കൂടെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മക്കൾ എൻ്റെ കൂടെ വരും. എന്തിനാണെന്നറിയോ? ഈ മസാല ദോശ തിന്നാൻ വേണ്ടിയിട്ട് മാത്രം. ആദ്യമൊക്കെ മാസത്തിൽ വരുമ്പോൾ ഞാനും അവരെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു കേട്ടോ. കാരണം അവരങ്ങനെ പുറത്തേക്കൊന്നും കൊണ്ടുപോകലില്ലായിരുന്നു. അപ്പോൾ ആകെ ഞാനിങ്ങനെ കോളേജിലേക്ക് വരുമ്പോഴാണ് എൻ്റെ കൂടെ അവരെ കൊണ്ടുപോകൽ. എന്നിട്ട് ഞങ്ങൾ 3 ആളും ചിലപ്പോൾ 3 പേരെയും കൊണ്ടുവരും, ചിലപ്പോൾ 2 ആളെ കൊണ്ടുവരുള്ളൂ. അങ്ങനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇവിടുന്ന് മസാല ദോശയൊക്കെ വാങ്ങിക്കൊടുത്ത് ചായയൊക്കെ വാങ്ങിക്കൊടുത്താണ് ഞങ്ങൾ പോകട്ടോ. ഇപ്പം പിന്നെ എല്ലാവരും വലുതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വരാം. പിന്നെ എനിക്ക് തീരെ വയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടിന് വരും. ഇന്ന് ഞാൻ ആരെയും കൂട്ടിയില്ല. പക്ഷെ എനിക്കിന്ന് നല്ല ക്ഷീണമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് ചെറുങ്ങനെ പല്ലിക്കൂടെയൊക്കെ ബ്ലീഡിങ്, വായക്കൂടെയൊക്കെ ബ്ലീഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ INR നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്ത് എൻ്റെ റിസൾട്ട് കിട്ടിയാലറിയാം എത്രമാത്രം ഉണ്ടെന്ന്. എന്തായാലും ഞാൻ നല്ലോണം ആസ്വദിച്ചിരുന്ന് കഴിക്കട്ടെ കേട്ടോ. ഇനി അവിടെ പോയിരിക്കാനുള്ളത് റിപ്പോർട്ടിന് വന്നിട്ട് 2 മണിക്കൂറായി. ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ ചില സമയങ്ങൾ അങ്ങനെ ഭയങ്കര താമസമാണ്. ഞാൻ പറഞ്ഞില്ലേ, റിസൾട്ട് 13.7 ആയിട്ടുണ്ട് INR. വെറുതെ അല്ല, എനിക്ക് ഞാൻ വീണ് പോകുന്നത് നന്നായി, ബ്ലോക്കൊന്നും വരാതെ. കാരണം 2.5-3.5 3.5 ഇടയിൽ വരണം. ഡോക്ടറെ കാണിച്ച് ഞാൻ ഇറങ്ങി കേട്ടോ. ഡോക്ടർ എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ആവാൻ ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു
നിങ്ങൾ അഡ്മിറ്റ് ആവാതെ പറ്റില്ല. കാരണം പെട്ടെന്നെങ്ങാനും ബ്ലീഡിങ് വന്നാൽ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ബ്ലഡ് കോട്ടായാലൊക്കെ പ്രശ്നമാണ്, അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് INR അസിട്രോമിൻ്റെ ഗുളിക ഇന്ന് കഴിക്കാതെ നാളെ നോക്കിയിട്ട് വന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞ് ഞാൻ പോന്നു കേട്ടോ. കോളേജിൽ പോയി അഡ്മിറ്റ് ആയ ഒരാഴ്ച കണക്ക്, അത് ആലോചിക്കുമ്പോൾ എനിക്ക് ആവുന്നേ ഇല്ല. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് എനിക്ക് ആകെ ടെൻഷനായി. വീട്ടിലെത്തിയില്ല, തിരുവമ്പാടി ശശികല ചേച്ചീൻ്റെ അടുത്തെത്തിയപ്പോൾ ചേച്ചിക്ക് എൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന്. അങ്ങനെ ചേട്ടനും ചേച്ചിയും എൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് തിരുവമ്പാടിക്ക്. ഓരെയും കൂട്ടി ഞങ്ങൾ ചേച്ചി ആദ്യം താമസിച്ച കുളിരാമുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടുത്തെ പുഴയാട്ടോ ഇത്, നല്ല വെള്ളച്ചാട്ടം. കുറച്ച് നേരം അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് അപ്പോൾ മനസ്സൊന്ന് ശാന്തമായി. കാരണം ഈ INR കൂടി കോളേജിലൊക്കെ അഡ്മിറ്റ് ആയ അതൊക്കെ ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായി പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഹാപ്പി ആയിരുന്നു. മക്കൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആ വെള്ളച്ചാട്ടമൊക്കെ അങ്ങനെ കണ്ട് കുറച്ച് നേരം അവിടെ വീഡിയോ ഒക്കെ പിടിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. ഇനി തിങ്കളാഴ്ച എന്തായാലും മോളെ കൈ കാണിക്കാൻ പോകണം. അപ്പോൾ അവളെ കാണിക്കാൻ പോകുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ.